നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 374th day. Today 64th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 374 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 64ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 64ാമത്തെ ശ്ലോകം. ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥവിഭേദനം ചിത്രം കിമു തഥാ ചിത്ത ഗ്രന്ഥിഭേദ കഥാശ്രവാത്. ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥിവിഭേദനം ചിത്രം കിമു തഥാ ചിത്ത ഗ്രന്ഥിഭേദ കഥാശ്രവാത്. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് ഈ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എത്ര നശ്വരമാണ്, നീർപ്പോള പോലെ എത്ര നശ്വരമാണ് ഈ ശരീരം എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുകയാണ്, എപ്രകാരം ആ ജഡമായ മുളന്തണ്ട് പൊട്ടിപ്പിളർന്നുവോ അപ്രകാരം നമ്മുടെ മനസ്സിൻ്റെ ചിത്തത്തിൻ്റെ ഗ്രന്ഥികൾ ഈ ശ്രീമദ് മഹാഭാഗവത സപ്താഹ ശ്രവണം കൊണ്ട് പൊട്ടി നമുക്ക് ആ പരമാത്മാവിനെ അറിയുവാൻ സാധിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് സനകാദികൾ നാരദാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ജഡമായ മുളന്തണ്ട് പൊട്ടിയത് ആ ദുന്ദുകാരി മുളന്തണ്ടിൽ ഒളിച്ചിരുന്നിട്ടായിരുന്നു ശ്രീമദ് മഹാഭാഗവത സപ്താഹം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടത്. ഇങ്ങനെ ഓരോ ദിവസത്തെ കഥാശ്രവണത്തിന് ശേഷം ഓരോ ഗ്രന്ഥിയും പൊട്ടി, ഓരോ മുളന്തണ്ടും പൊട്ടി 7 മുളന്തണ്ടും പൊട്ടി ആ വിഷ്ണു സാരൂപ്യം പ്രാപിക്കുകയാണ് അത്രയും പാപിയായിട്ടുള്ള ആ ദുന്ദുകാരി. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എപ്രകാരം ആ വേണു എന്ന് പറഞ്ഞാൽ മുളന്തണ്ടിനെയാണ് വേണു. ജഡമായിട്ടുള്ള വിരസമായിട്ടുള്ള മുളന്തണ്ട് പോലും ആ ശ്രീമദ് മഹാഭാഗവത ശ്രവണത്തിൽ പൊട്ടിപ്പിളർന്നു. പിന്നീട് നമ്മുടെ ചിത്തത്തിൻ്റെ ഗ്രന്ഥികൾ പൊട്ടാൻ, അതായത് ചിത്തത്തിലുള്ള മറ്റുള്ള ലൗകികമായിട്ടുള്ള ഗ്രന്ഥികളെല്ലാം പൊട്ടി ആ പരമാത്മാവിലേക്ക് ചേരുവാൻ ഈ കഥാശ്രവണം ഒന്നു മാത്രമാണ് പരിഹാരം എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥിവിഭേദനം ചിത്രം കിമു തഥാ ചിത്ത ഗ്രന്ഥിഭേദാ തഥാശ്രവാത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.